मिलेगा उसका वादा है, वो देखा खुदा से मांग। मिलेगा उसका वादा है, वो देखा उसका वादे पे एतबार करो, खुदा से प्यार करो, प्यार करो, प्यार करो। वही तेरा है, सच है, वही तो जीवन है। और सुन रूह जो फैज है, साथ हर दम है। और सुन रूह जो फैज साथ हर दम है, वो सदा साथ चलेगा, उसका वादा है, चलेगा उसका वादे पे। प्यार करो, प्यार करो, प्यार करो, खुदा से प्यार करो, प्यार करो, प्यार करो। खुदा से मांग, मिलेगा उसका वादा है, वो देगा। खुदा से मांग, मिलेगा उसका वादा है, वो देखा उसका वादे पे एतबार करो, खुदा से प्यार करो, प्यार करो, प्यार करो। खुदा से प्यार करो, प्यार करो, प्यार करो। അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുന്നതിൽ വളരെ സന്തോഷം. ആമേൻ. നമ്മൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആമേൻ, ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന് വേണ്ടി ആരോഗ്യത്തോടെ ബലത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കുടുംബമെല്ലാം സുഖമായിരിക്കുന്നല്ലോ. ഇടയ്ക്കൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു ചെറിയ ടെക്സ്റ്റ് മെസ്സേജ്, ഒരു വോയിസ് ക്ലിപ്പ് എനിക്കിടണേ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ പ്രസംഗം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് നിങ്ങളങ്ങനെ ഇട്ടാൽ എപ്പോഴും ഇടണം, മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഓക്കെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാരണം ഒരുപാട് മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഫോണെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളെനിക്ക് മാസത്തിലൊരു സന്ദേശം അയക്കണം. ആമേൻ. നിങ്ങൾ അയക്കുന്ന എല്ലാ നല്ല ഫീഡ്ബാക്കിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഈ പല ആൾക്കാരും ചിലപ്പോൾ നമ്മുടെ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നവരൊക്കെ ഉഴപ്പി മാറിയിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം, ഇല്ലേ? ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ആരും ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ശുശ്രൂഷകന്മാരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കാണാറുണ്ട്. ചിലയിടത്ത് ചെല്ലുമ്പം ചില ആൾക്കാർ പറയാറുണ്ട്, പാസ്റ്ററേ ഈ ഞങ്ങളെയൊക്കെ അവർ പണ്ട് ഉപയോഗിക്കുമായിരുന്നു, ഇപ്പം ഞങ്ങളെയൊന്നും അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്ന റീസൺ വേറെയാണ്. ചിലപ്പോൾ ഞാൻ സമയത്തിന് ചെല്ലാൻ പറ്റിയില്ല, വണ്ടി കിട്ടിയില്ല, ബൈക്ക് സ്റ്റാർട്ടായില്ല, കാറിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയായിരുന്നു, അതുകൊണ്ട് ഈ സമയത്തിന് ചെല്ലാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പല പരാതികൾ ആളുകൾ പറയാറുണ്ട്. ഞാൻ ഒരുപാട് പാടുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ടീമിലില്ല പാസ്റ്ററേ, എന്നാന്നറിയത്തില്ല, അവരെന്നെ പിന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്നോട് പറയാറുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഒരിക്കൽ നമ്മൾ പ്രയോജനമില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ നമ്മൾ പലരും പ്രയോജനം ഉള്ളവരാണ്. ചില സന്ദർഭങ്ങളിൽ അവർ നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്നുള്ള വാസ്തവമാണ്, അത് പറയാതിരിക്കാൻ പറ്റിയല്ല, അത് വാസ്തവമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ഒരു പക്ഷേ വെയിറ്റ് ചെയ്യായിരിക്കും, നിങ്ങളുടെ ടീം പ്രവർത്തനത്തിന്. സുഹൃത്തെ, നിങ്ങൾ പണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ്, അല്ലെങ്കിൽ പണ്ട് അദ്ദേഹത്തെ എന്തോ പ്രശ്നം കാരണം മാറ്റിവിട്ടതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം
പ്രയോജനമുള്ളവനാണ്, പ്രയോജനമുള്ളവൻ. ഈ ഫിലോമോൻ്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫിലോമോൻ്റെ ലേഖനം 11-ാം വാക്യമാണ്. മുമ്പേ ഒനേസിമോസിനെ കുറിച്ച് സംസാരിക്കുക. മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. കണ്ടോ? നേരത്തെ പുള്ളിക്കാരൻ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ഒരു പ്രയോജനമില്ല, ഇല്ലേ? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു ബോക്സ് പോലും അവരെടുത്ത് വെക്കുകയില്ല, ഒരു കേബിൾ മടക്കാൻ പോലും അവർ കൂടത്തില്ല. എനിക്ക് നേരിട്ടറിയാമല്ലോ ഒരുപാട് പേര് അങ്ങനെ. അവർ ആ ടിപ്പ് ടോപ്പായി ഷർട്ട് ചുളുങ്ങാതെ തേച്ചത് മടങ്ങാതെ ഒരു ഡയറിയും ഒരു ബൈബിളുമായിട്ട് അവരിങ്ങനെ അതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടു നിൽക്കുമെന്നല്ലാതെ കുനിഞ്ഞൊരു സാധനം എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ മാത്തുക്കുട്ടി നമ്മളെ വിളിക്കാം കേട്ടോ, അടുത്ത വർക്കിന് ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ, ഞാൻ എല്ലാവരും വിളിക്കും, അന്നേരം വരും, വന്നാൽ മതി. പിന്നെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ഈ ചങ്ങാതി വന്നാൽ ഒരു ലൈറ്റിൻ്റെ സ്റ്റാൻഡ് പോലും കൈകൊണ്ട് തൊടിയല്ല. സ്തോത്രം. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അവർ ഈ പ്രസംഗിക്കാൻ മാത്രം വരുന്ന ആൾക്കാർ. സ്തോത്രം. ഞാൻ പണ്ട് എൻ്റെ ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു പരാമർശം. അദ്ദേഹം, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞത്. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്ന ആൾക്കാർ ഇരിക്കേണ്ട കസേര തുടയ്ക്കുന്ന കാഴ്ച ഞാൻ കണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഇറങ്ങി പൊരി വെയിലത്ത് അദ്ദേഹം കസേര തുടയ്ക്കുക. വേറെ എവിടെയല്ല, അമ്പലവയൽ ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടും ഓപ്പോസിറ്റ് കാണുന്ന ആ ഗ്രൗണ്ടിലെ കഥയാണ് ഞാനീ പറഞ്ഞത്. സ്തോത്രം. ഞാൻ തന്നെ അമ്പലന്ന് പോയി. ഞാൻ വിചാരിച്ചത് വേറെ അവിടുത്തെ പണിക്കാരാരാന്നാണ് വിചാരിച്ചത്. ഞാൻ തലയിലൊരു തോർത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പൊരിഞ്ഞ വെയിലാണ്. ഞാനോ സ്റ്റേജൊക്കെ നിൽക്കുകയാണ്. ഞാനപ്പം വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവിടുത്തെ സൗണ്ട് സിസ്റ്റംകാരൻ അനീഷിനോട് ചോദിച്ചു, അനീഷ് ഏതാരൊക്കെ ഇത്ര നേരത്തെ വന്ന് ഈ 3 മണിക്ക് ഈ പൊരി വെയിലത്ത് ഈ കസേര തുടയ്ക്കുന്ന ആരാ അനീഷേ? അനീഷ് എന്നോട് പറയാ, എനിക്കും അറിയാൻ പാടില്ല പാസ്റ്റർ, ഞാനിവിടെ വന്നപ്പം പുള്ളിക്കാരൻ എന്ത് തുടച്ചുകൊണ്ടിരിപ്പുണ്ട്, ഞാൻ ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയപ്പം എപ്പോഴോ വന്നതാ. അവിടെ സംഘാടകർ ആരാണ്ട് ചായ കൊണ്ട് വന്നു ആ സൗണ്ടുകാർക്ക്, എനിക്കും കിട്ടിയൊരു ചായ. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, ഹലോ, സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. അതാ ഗ്രൗണ്ടിൽ ഇരുമ്പ് കസേര, സാധാരണ കസേരയല്ല, ഇരുമ്പ് കസേര, ഒടിച്ചു മടക്കുന്ന കസേരയുണ്ടല്ലോ, ആ കസേര. ഞാൻ ആ സ്റ്റേജിൽ നിന്ന് വിളിച്ചു, ഹലോ ചേട്ടാ, വാ ഒരു ചായ കുടിക്കാം വാ. ഞാൻ വിശ്വാസിയാന്ന് വിചാരിച്ചാ വിളിച്ചേ. കുനിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ കുടിച്ചോ, ഞാനിപ്പോൾ വരാം, ഒരു 15 എണ്ണം കൂടെ ഉണ്ട്. 600-ലധികം കസേര കൊണ്ട് ഇറക്കിയേക്കുന്നത്. ഇനി ഒരു 10-15 കസേര കൂടെ ഉള്ളു തുടയ്ക്കാൻ. ബാക്കി മുഴുവൻ ആൾ തുടച്ച് വൃത്തിയാക്കി ഗ്രൗണ്ടിൽ നിരത്തി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കുടിച്ചോ, ഞാനിപ്പോൾ വരാം. തല പൊക്കിയല്ല പറഞ്ഞത്, കുനിഞ്ഞുകൊണ്ട് തന്നെ പറയുക. ശബ്ദത്തിൽ ഞാൻ പിടിച്ചെടുത്ത ആളാണ്, കാരണം അന്ന് പ്രസംഗിക്കണം അദ്ദേഹമാണ്. ശബ്ദത്തിൽ എനിക്ക് മനസ്സിലായി ഇത് വേറെ ആരുമല്ല. ഞാൻ പാഞ്ഞു തന്നു, കയ്യെ പിടിച്ചോടി വന്നു മതി തുടച്ചത്. ഉടനെ എന്നോട് പറഞ്ഞ വർത്തമാനമാണ്, ദേവദാസനെ, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം കേൾക്കാൻ ഇന്ന് രാത്രി വന്നിരിക്കേണ്ട ആൾക്കാർ ഇരിക്കേണ്ട കസേരയാണിത്, അത് ഞാനങ്ങ് തുടച്ചാൽ നല്ല കാര്യമല്ലേ? സ്തോത്രം. ഞാൻ എന്തിനാ പ്രിയരെ ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്നത്? ഇതൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ എന്നെ വഴക്ക് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതൊന്നും പബ്ലിക്കിൽ പറയാൻ പാടില്ലെന്ന്, കാരണം അതുപോലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ പറയേണ്ടത്. ഞാനാണ് അവിടെ പാടിയേ 3 ദിവസം. ചില ആളുകൾ തൊടത്തില്ല, ഒരു സാധനം തൊടിയല്ല. അവര് VIP ലിസ്റ്റിൽപ്പെട്ടവരാ, അതുകൊണ്ട് അവർ അനങ്ങൂല്ല, ദേഹത്തൊരു ചെളി പറ്റാൻ അവർ സമ്മതിക്കുകയില്ല. പക്ഷേ ഇവർക്കറിയാവോ, ഇവിടെ
2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന നടുവിൽ മാത്രമല്ല, നിങ്ങൾ ദൈവമക്കളായ 3 പേര് കൂടി നിൽപ്പുണ്ടോ ഒരു സ്ഥലത്ത്, അവിടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ കൂടിയതെങ്കിൽ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഫിലോമോൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, തടവിൽ ഇരിക്കുമ്പോൾ താൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവരായിരുന്നു, പക്ഷേ ഇപ്പം പ്രയോജനമുള്ളവരാണ്. എനിക്ക് നിനക്കും പ്രയോജനമുള്ളവരാണ്. കർത്താവിന് വല്ല പ്രയോജനമുണ്ടോ നിങ്ങളെ കൊണ്ട്? വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. ഞാൻ ആന്ധ്രയിൽ തെലങ്കാനയിലൊക്കെ മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് 10 ദിവസമായിരിക്കും അവിടുത്തെ. 10 ദിവസം 15 ദിവസമൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾക്കറിയാം, രാവിലെ ഈ വണ്ടിയിലിരിക്കുന്ന സൗണ്ട് സിസ്റ്റം, ജനറേറ്റർ എല്ലാം സെറ്റ് ചെയ്യണം രാവിലെ. ആ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 1 മണിക്കൂർ വേണം. 1 മണിക്കൂർ ഉണ്ടെങ്കിലേ സെറ്റ് ചെയ്ത് തീരുള്ളൂ. ലൈറ്റ് സെറ്റ് ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്ത് രാത്രിക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇത് മുഴുവൻ അഴിച്ച് ഇതുപോലെ വണ്ടിക്കകത്ത് കയറണം. അത് കഴിഞ്ഞ് രാവിലെ ഇതും കൊണ്ട് അടുത്ത സ്ഥലത്ത് മീറ്റിങ്ങിന് പോകണം, അടുത്ത ഗ്രാമത്തിൽ എത്തണം. അവിടെ രാവിലെ ഇത് സെറ്റ് ചെയ്യണം. രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് അഴിച്ച് വീണ്ടും വണ്ടിക്കകത്ത് കയറണം. വീണ്ടും ഇത് കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടുത്ത ഗ്രാമത്തിൽ എത്തണം. അവിടെ കൊണ്ട് ഇത് വീണ്ടും സെറ്റ് ചെയ്യണം. വീണ്ടും അഴിച്ച് രാത്രി അഴിച്ചെടുക്കണം. സ്തോത്രം. എൻ്റെ കൂടെ വരുന്ന ദൈവദാസന്മാർക്കറിയാം, അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഹാർഡ് വർക്ക്. സ്തോത്രം. നേരത്തെ പ്രയോജനമില്ലാത്തവരായിരിക്കാം, പക്ഷേ ഇപ്പം പ്രയോജനമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ അവർ വിളിക്കുമ്പോൾ അവിടെ പോയി വടി പോലെ നിൽക്കാതെ, അവർക്കും വിളിച്ച ആൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നമുക്ക് പ്രയോജനപ്പെടണം. ആമേൻ. നിങ്ങൾ കേബിളൊന്നും ഊരാൻ നിങ്ങൾക്ക് അറിയത്തില്ല, വലിച്ചു പൊട്ടിക്കായിരുന്നാൽ മതി. കേബിളൊന്നും ഊരണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടല്ലോ. ഞാനൊരു എൻ്റെ ഈ പ്രസംഗത്തിനകത്ത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പച്ചയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ മൂടി വെച്ച് പറയുന്നതല്ല, ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് പോരണം. 8:15 8:20 ആയപ്പോഴത്തേക്ക് മീറ്റിംഗ് കഴിഞ്ഞു. സ്തോത്രം. എല്ലാവരും വന്ന് എന്നെ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് കുറച്ച് ദൈവദാസന്മാരുണ്ടായിരുന്നു. അവർ വന്ന് ആ സാധനം കാഴ്ച വെക്കാൻ വേണ്ടി കൂടി. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച പറയാം. ഈ തൃശ്ശൂർ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ജോർജാൻ ആൻറ്റിയും അവർ 2 മീറ്റിങ്ങുണ്ട്. അവർക്ക് 2 ബിസിനസ് സ്ഥാപനമുള്ള ആൾക്കാരാണ്. ഇവർ ഈ ആൻറ്റിയും കൂടെ കയറി വന്ന് ആ കേബിൾ അഴിക്കി, എൻ്റെ പ്രിയരെ, സകല സാധനം അഴിച്ച് വണ്ടിയെ കയറ്റി വിട്ടിട്ടാണ് ആ ആൻറ്റി ജോർജാനും പോയത്. എല്ലാം. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ ടീമിലുള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ടീമിലുള്ളതാണ്. ആ ആൻറ്റി സകല കേബിളും നല്ല നീറ്റായിട്ട് ചുരുട്ടി. ഈ അവസാനം എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് ഉണ്ടോ? സാധനം രസമുണ്ട്. ഒരു കാര്യം മിസ്സിങ് ആയി. ഞാൻ ഇട്ടുകൊണ്ട് പോയ തുണി അവിടെ ഇട്ടിട്ട് പോകുന്നു, അല്ലാതെ വേറെ ഒന്നും മിസ്സിങ് ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് നിങ്ങൾ പ്രയോജനപ്പെടണം 2025. ആരെങ്കിലും നിങ്ങൾ ഒരു പ്രവർത്തനത്തിന് വിളിച്ചാൽ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോഗ്യം വെച്ച് അതങ്ങ് ചെയ്തു കൊടുക്കണം കേട്ടോ. അല്ലാതെ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന പോലെ അവിടെ നിന്നേക്കല്ല്. എന്ത് വേണം. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം, ഞങ്ങളുടെ ടീമിന് പ്രവർത്തനത്തിനായിട്ട് പോകുമ്പം അവിടെ ചെന്ന് നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ നമ്മളെ തടയുക. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ചീപ്പിരി എന്ന് പറഞ്ഞാൽ ഈ ചൂലിന് പറയുന്ന പേരാ ചീപ്പിരി. അപ്പോൾ ഞാൻ അവിടെ ചെന്നോണേ നമുക്ക് സ്റ്റേജൊന്നും ഇല്ലല്ലോ. നമ്മൾ ഏതെങ്കിലും റോഡ് സൈഡിലോ മരത്തിൻ്റെ ചുവട്ടിലൊക്കെയാണ് പരിപാടി. അതൊക്കെ നല്ല നാച്ചുറലായിട്ട് നമ്മുടെ സ്റ്റേജ് അതൊക്കെയാണ്. അപ്പം അവിടെയുള്ള ചാണകവും അവിടെയുള്ള കച്ചിയും ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ചീപ്പിരി ചോദിക്കും, ചൂല് തരുമോ? ഉടനെ അവിടുത്തെ വിശ്വാസികൾ, അയ്യോ പാസ്റ്റർ ചൂല് തൊടണ്ട, ഞങ്ങൾ തൂത്തോളാം. ഞാൻ പലയിടത്തും പോയി ചൂലെടുത്ത് നമ്മൾ തന്നെ തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. എന്നോടുള്ള ദൈവദാസന്മാരൊക്കെ അവരെല്ലാം അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രയോജനമുള്ളവരാണ്, അനേകർക്ക് പ്രയോജനമായി തീരണം. പ്രാർത്ഥിച്ചാലോ? നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ,
അവിടുത്തെ പുത്രൻ രക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വരുന്നു. കർത്താവെ, അങ്ങേക്കും ദൈവജനത്തിനും സഹോദരന്മാർക്കും ക്രിസ്തുവിൽ പ്രയോജനമായി തീരേണ്ടതിന് ഈ രാവിലെ തന്നെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ വൈറ്റ് കോളറായി നടന്നു. ഇനി അങ്ങനെയല്ല. എവിടെ ചെന്നാലും എന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടെങ്കിൽ, ആ വേദിയിൽ ചെയ്യാനുണ്ടെങ്കിൽ, ആ ഗ്രൗണ്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ, അല്ല ആ വീട്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ സന്മനസ്സോടെ കർത്താവ് അത് ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ടവരെയും അടിയനെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാനിവരെ രാവിലെ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം മാറ്റിയിട്ടെ. കൃപ ചെയ്യണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ പ്രയോജനമുള്ളവരാണ്. ഒരു കാലത്ത് നിങ്ങളെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു കൈ അനങ്ങി ഒരു പണിയെടുക്കുകയെന്ന്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങൾ പ്രയോജനമുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും ശുശ്രൂഷകന്മാർക്കും ടീം പ്രവർത്തകർക്കും ഒക്കെ പ്രയോജനമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി മാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.